ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ലാലേട്ടൻ എപ്പിസോഡിന് തൊട്ട് മുൻപ് നടക്കുന്ന ലൈവിൽ അനീഷിൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിയിൽ വന്നിരിക്കുന്നു. ലാലേട്ടൻ എപ്പിസോഡിന് തൊട്ട് മുൻപുള്ള മണിക്കൂറുകൾ പൊതുവെ മത്സരാർത്ഥികൾക്ക് ഒരു വിശ്രമ സമയം പോലെ ടാസ്കുകളൊന്നുമില്ലാതെ റെസ്റ്റ് എടുക്കേണ്ടവർക്ക് റെസ്റ്റ് എടുക്കാനും അല്പം ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാനുമൊക്കെ ചിലവഴിക്കാവുന്ന ദിവസമാണ്. ഈ സമയത്താണ് അവർക്ക് വേണ്ട ചില ഹെയർ റുട്ടീനുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പല മത്സരാർത്ഥികളും ചെയ്യുന്നത്. അതുപോലെ പിറ്റേ ദിവസം ലാലേട്ടൻ്റെ എപ്പിസോഡിലെത്തുന്നതിന് വേണ്ടിയുള്ള മേക്ക് ഓവറുകൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതൊക്കെ സാധ്യമാക്കുന്നത് ഈ ദിവസമാണ്. പൊതുവെ വലിയ കുത്തിത്തിരിപ്പുകളൊന്നുമില്ലെങ്കിൽ വീട് ഈ സമയം ശാന്തമായിരിക്കും. മാത്രമല്ല ഇന്ന് പൂർണ്ണമായും ടെലികാസ്റ്റ് ചെയ്യുക ലാലേട്ടൻ എപ്പിസോഡാണ് എന്നതുകൊണ്ട് തന്നെ ഈ ദിവസം ആ വീട്ടിൽ എന്തെങ്കിലും കണ്ടന്റ് സംഭവിച്ചാലും അത് ടെലികാസ്റ്റ് ചെയ്യാൻ പരിമിതികളുണ്ട്. അപ്പോൾ ഇന്ന് മത്സരാർത്ഥികൾ പലരും അവരുടെ ബെഡ്റൂമിലും മറ്റുമായി ചെലവഴിക്കുകയാണ്. അങ്ങനെ അനീഷും ഏതാണ്ട് ബെഡ്റൂമിൽ ഒരു റെസ്റ്റിംഗ് മൂഡിലാണ്. ഇതേസമയം ബെഡ്റൂമിൽ മറ്റു പല മത്സരാർത്ഥികളും വന്നും പോയുമൊക്കെ ഇരിക്കുന്നുണ്ട്. അതിനിടയിൽ ആര്യൻ്റെ ഡ്രസ്സുകളെല്ലാം കൃത്യമായി അടുക്കി തൻ്റെ വാർഡ്രോബിലുള്ള സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി എന്തൊക്കെയുണ്ട് എന്തൊക്കെയില്ല എന്ന് കൃത്യമായി നോക്കുന്നുണ്ട്. ഈ സമയത്ത് ആര്യനും അനീഷും തമ്മിൽ വളരെ മനോഹരമായ ഒരു സംസാരം അവിടെ നടക്കുന്നുണ്ട്. വളരെ നോർമലായ ഒരു അനീഷിനെ നമുക്ക് അവിടെ കാണാം. ഗെയിമിൻ്റെ എല്ലാ പെർസ്പെക്റ്റീവും വിട്ട് വളരെ മനോഹരമായി സംസാരിക്കുന്ന, ഒരു ഇറിറ്റേഷൻ ഇല്ലാതെ ആര്യൻ്റെ വിശേഷങ്ങളും ആര്യൻ്റെ സിനിമാ വിശേഷങ്ങളും ഒക്കെ സംസാരിക്കുന്ന ഒരു അനീഷിനെ കാണാം. ഒരുപക്ഷെ പുറത്തുള്ള അനീഷിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കാണുന്ന അനീഷിൻ്റെ ഒരു പ്രകൃതത്തിൽ ആ ഒരു സ്വാഭാവിക ശാന്തതയിൽ പ്രസന്നമായ സംസാര രീതിയിൽ ആര്യനുമായി സംസാരിക്കുന്ന അനീഷിനെ കാണാം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അനീഷ് എടുക്കുന്ന ഈ സ്ട്രാറ്റജി ഗെയിമിന് വേണ്ടി എടുക്കുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ് എന്നതാണ്. അനീഷ് ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ സ്ട്രാറ്റജി എടുക്കുന്നെങ്കിലും വളരെ സമർത്ഥനായ ഒരു പ്ലെയറാണ് അനീഷ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ മറ്റു മത്സരാർത്ഥികളെ കൊണ്ടുവന്ന് എത്തിക്കാനും ഏത് രീതിയിൽ പ്രൊവോക്ക് ചെയ്തായാലും മറ്റുള്ളവരെ തൻ്റെ വഴിക്ക് കൊണ്ടുവന്ന് താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ അനീഷിന് കഴിയുന്നുണ്ട്. മാത്രമല്ല ഓരോ കാര്യത്തിനും മറ്റുള്ളവരുടെ റിയാക്ഷൻ എന്താകും എന്ന് വളരെ കൃത്യമായി ആലോചിച്ച് മനസ്സിലാക്കുന്നുണ്ട് അനീഷ്. മാത്രമല്ല വീട്ടിലെ മറ്റ് പല മത്സരാർത്ഥികളും പറയുന്നൊരു കാര്യമുണ്ട്. അനീഷിൻ്റെ ഈ ഇറിറ്റേഷൻ സ്വഭാവവും മറ്റുമൊക്കെ മാറ്റി നിർത്തിയാൽ അനീഷ് പറയുന്ന പല കാര്യങ്ങളിലും ചില വസ്തുതകളുണ്ട് എന്നുള്ളത് ശരിയാണ്. അനീഷ് ചില കാര്യങ്ങളിൽ കൃത്യമായി ഇടപെട്ട് പറയുന്ന കാര്യങ്ങൾ പലതും വളരെ വാലിഡായിട്ടുള്ളതും ചിന്തിക്കപ്പെടാവുന്ന കാര്യങ്ങളുമാണ്. പക്ഷേ വളരെയധികം മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഈ ഒരു ഗെയിമാണ് അനീഷിന് ഒരു നെഗറ്റീവായിട്ടുള്ളത്. ഇത് അനീഷിന് മാത്രമല്ല ബിഗ് ബോസ് എന്ന ഷോയ്ക്കും നെഗറ്റീവ് തന്നെയാണ്. കാരണം ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ അനീഷ് ഒരു ദിവസം മിണ്ടാതെ ഇരുന്നാൽ ആ വീട്ടിൽ എത്രത്തോളം കണ്ടന്റുകൾ ഉണ്ടാകും എന്നത് വളരെ സംശയമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ആ ഷോയുടെ പ്രധാന കണ്ടന്റുകൾ പലതും കൊണ്ടുപോകുന്നത് അനീഷുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളുമൊക്കെയാണ്. ഒരു ദിവസം കിട്ടിയപ്പോൾ അനീഷ് സ്വന്തം നോർമലായ ശാന്തനായ സൗമ്യനായ ഒരു അനീഷിനെ വെളിയിലെടുത്തിരിക്കുന്നു. എപ്പോൾ ഈ പ്രകൃതം മാറി പഴയ പ്രകൃതത്തിലേക്ക് അനീഷ് തിരിച്ചു വരുമെന്നതാണ് ഇനി നോക്കി കാണേണ്ടത്. മാത്രമല്ല ലാലേട്ടൻ എപ്പിസോഡിൽ അനീഷിൻ്റെ പ്രതികരണ രീതി എന്തായിരിക്കും എന്നതും കാത്തിരുന്ന് കാണേണ്ടത് തന്നെ.